എല്ലാവരും മറന്നുപോയെന്നറിയാം. പ്രത്യേകിച്ചും ഭരണ നേതാക്കന്മാരെല്ലാവരും മറന്നുപോയി. നമ്മുടെ വയനാട്ടിലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം അല്ലെ, അതിൽ നിന്നും രക്ഷപ്പെട്ട കുടുംബത്തിന് താമസിക്കാനായിട്ട്, അതായത് ഇനി ഒരു പുനരധിവാസം എന്ന് നടക്കുമെന്നോ എപ്പോൾ നടക്കുമെന്നോ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു അനന്തമായ ഉറപ്പില്ലാത്ത ഏതോ കാലത്ത് ഉണ്ടാക്കാവുന്ന പുനരധിവാസം വരെ വാടക വീട്ടിൽ താമസിക്കാനായിട്ട് മാസം 6000 രൂപ അനുവദിച്ചിട്ടുണ്ടല്ലോ സർക്കാർ. അപ്പം പലർക്കും ഒരു വാസയോഗ്യമല്ലാത്ത വീടൊക്കെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. എന്തിനായാലും അറ്റ്ലീസ്റ്റ് താമസിക്കുന്നു, കിടന്ന് ഉറങ്ങട്ടെ എങ്ങനെയെങ്കിലും, അങ്ങനെ അവർ ജീവിച്ചു പോവുകയാണ്. അപ്പോൾ 6000 രൂപയാണ് ഇവർക്ക് ഓരോ മാസം അനുവദിച്ചിരിക്കുന്നത്. അതെല്ലാ മാസം കിട്ടുന്നുണ്ടോ അറിയില്ല, എന്താണെങ്കിലും അതാണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് വയനാട്ടിലെത്തിയ സർക്കാർ ഉദ്യോഗസ്ഥൻ 4000 രൂപയ്ക്ക് മുകളിൽ ദിവസവാടകയുള്ള ഹോട്ടൽ മുറിയിലാണ് താമസിച്ചത്. എങ്ങനെയുണ്ട്? ഒരു ദിവസം 4000. 48 ദിവസമാണ് അദ്ദേഹം ഇവിടെ താമസിച്ചത്. 48 ദിവസത്തേക്ക് ഇദ്ദേഹം ഹോട്ടൽ വാടകയായി 1,92,000 രൂപയുടെ ബില്ലാണ് സമർപ്പിച്ചത്. ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ 1,92,000 രൂപ അനുവദിച്ചായിരുന്നെങ്കിൽ എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ നീക്കാമായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി ഇതുള്ള കണക്കാണോ അറിയില്ല കേട്ടോ, അതും ഇതിനി പ്രപ്പോസൽ കണക്കാണോ അറിയില്ല. നമ്മൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് കണ്ടല്ലോ, നമ്മുടെ കേരള സർക്കാർ കേന്ദ്രത്തിന് പ്രപ്പോസൽ എന്ന് പറഞ്ഞിട്ട് ചൂരൽമലയിലൂടെ പോയ ആനയ്ക്ക് വെള്ളം കൊടുത്തതിന് വരെ ബില്ല് എഴുതി കൊടുത്തു. അപ്പം ഇനി അതുപോലെ പ്രപ്പോസൽ ആണെന്ന് അറിയില്ല. എന്തുതന്നെയായാലും രക്ഷാപ്രവർത്തകനൊക്കെ വന്ന് താമസിച്ചത് ദിവസം 4000 രൂപയ്ക്കാണ്. അതിന് ഈ ഗവൺമെന്റ് കൊടുക്കുകയും ചെയ്യും. പക്ഷെ അവിടെ ദുരന്തത്തിൽ പെട്ടവർ താമസിക്കുന്നത് 6000 രൂപ മാസവാടകയ്ക്ക് വാസയോഗ്യമല്ലാത്ത വീടുകളിൽ.